സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്വകാര്യ മേള നടത്തി ലക്ഷങ്ങൾ ചെലവഴിച്ചതായി വിവരാവകാശ രേഖകൾ. സംസ്ഥാന പദ്ധതി വിഹിതത്തിൽ നിന്നും 66.5 ലക്ഷം രൂപ ചെലവഴിച്ച് ഗൾഫിലാണ് സ്വകാര്യ സ്ഥാപനത്തിന്റെ പേരിൽ ഭക്ഷ്യമേള നടത്തിയത്. ഇതിൽ നിന്നും സർക്കാരിന്റെ വരുമാനമായി ലഭിച്ചതാകട്ടെ വെറും 3.5 ലക്ഷം രൂപയിൽ താഴെ മാത്രം. ഒരു സ്വകാര്യ പത്രസ്ഥാപനത്തിന്റെ പേരിലാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ 9 മുതൽ 15 വരെ ഗൾഫിൽ വെച്ച് ഭക്ഷ്യമേള നടത്തിയത്. സംസ്ഥാന പദ്ധതി വിഹിതത്തിലെ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് 66,56,776 രൂപയാണ് ഭക്ഷ്യമേളയുടെ നടത്തിപ്പിനായി ചെലവഴിച്ചത്. പ്രാഥമിക ആലോചനാ യോഗം, താമസ സൗകര്യം, യാത്രാ ചെലവ് തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് ലക്ഷങ്ങൾ പൊടിച്ചതായി വിവരാവകാശ രേഖയിൽ വ്യക്തമാണ്. മേള നടത്താൻ സ്വകാര്യ പത്രസ്ഥാപനത്തിന് നൽകിയത് 38.5 ലക്ഷം രൂപയാണ്. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉൾപ്പെടെ പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം മേളയിൽ പങ്കെടുത്തു. മേള നടത്തിയതിലൂടെ 1/2 കോടിയോളം രൂപ സർക്കാരിന് നഷ്ടമായപ്പോൾ വരുമാനമായി ലഭിച്ചത് നിസ്സാര തുക മാത്രം. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല. 66 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് ലഭിച്ചിരിക്കുന്നത് 3 ലക്ഷം രൂപയുടെ മാത്രമാണ് ഭക്ഷണം എല്ലാം വരുമാനം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ 17 ലക്ഷം രൂപയുടെ ഭക്ഷണം വിറ്റഴിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിയാലും 1/2 കോടിയോളം രൂപ മറ്റേ കുടുംബശ്രീയുടെ ഫണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണുന്നത്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്വകാര്യ മേള നടത്തുന്നതിന് മുൻപുള്ള ടെൻഡർ നടപടികളിലെ കൃത്രിമം ചൂണ്ടിക്കാട്ടി നേരത്തെ നിയമസഭയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു.